ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൊല്ലത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ നമസ്തേ അഷ്ടമുടി പദയാത്ര സംഘടിപ്പിച്ചു. ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ജനം ടിവിയും ജന്മഭൂമിയും സത്യം തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള മാധ്യമങ്ങളാണെന്നും അവ നാടിന്റെ ആവശ്യകതയാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡെന്നി പറഞ്ഞു. ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അഷ്ടമുടിക്കായൽ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതിയായിരുന്നു ബിജെപി പദയാത്ര സംഘടിപ്പിച്ചത്. ഓലയിൽ കടവ് വഴി ആനന്ദവല്ലീശ്വരത്ത് സമാപിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കോടികൾ നൽകിയിട്ടും അഷ്ടമുടിയെ സംരക്ഷിക്കാൻ കൊല്ലത്തെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കല്ലിടുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണാധികാരിയുടെയും MLA-മാരുടെയും ഒരു അക്ഷയക്കരിയായി അഷ്ടമുടിക്കായൽ മാറുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള ജനം ടിവിയും ജന്മഭൂമിയും കേരളത്തിന്റെ ആവശ്യകതയാണെന്ന് ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡെന്നി പറഞ്ഞു. ശബരിമല ആചാരലംഘന സമയത്ത് ജനവും ജന്മഭൂമിയുമാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിശ്വാസികൾക്കൊപ്പം നിന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ദേശീയതയെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം, എന്താണോ സത്യം, അത് തുറന്നു പറയാൻ മനസ്സും അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുള്ള ഇന്നത്തെ മാധ്യമ പ്രവർത്തകരും പത്രസ്ഥാപനകാരും TV ചാനലും വളരെ കുറച്ചു പേര്. ഞാൻ അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്കറിയാം. നമ്മുടെ 2018 കാലത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് സിസ്റ്റം മൊത്തം പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. അന്ന് അതിനെതിരായിട്ട് നിന്ന് രണ്ട് പ്രസ്ഥാനങ്ങൾ മാത്രമുള്ളായിരുന്നു. ഒന്ന് ജന്മഭൂമിയും ഒന്ന് ജനം ടിവിയും. ജനം ടിവിയും ജന്മഭൂമിയും പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഭക്തരായിട്ടുള്ള നമ്മളെല്ലാവരും ഈ അമ്മയുടെ ക്ഷേത്രത്തിൽ നിന്നാണ് പറയുന്നത് എന്തൊക്കെ നടക്കുമായിരുന്നു. ഇന്ന് വീണ്ടും അതേപോലുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതേസമയം ആചാരലംഘനത്തിന് ശ്രമിച്ചവരാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടുന്നതെന്നും സ്റ്റാലിനെ ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് നടക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമം എവിടെ വെച്ചാണ്? പമ്പയിൽ വെച്ച്. ആരാണ് അത് ചെയ്യുന്നത്? ശ്രീ പിണറായി വിജയൻ സർക്കാർ. അവർ വിശ്വാസിയാണോ? അല്ല. അവർ ഇപ്പോഴും സുപ്രീം കോടതിയിൽ എന്ത് അഫിഡവിറ്റാണ് കൊടുത്തിരിക്കുന്നത്? ആചാര ലംഘനം നടത്തി ഞങ്ങൾ അവിടെ യുവതി പ്രവേശനം നടത്തും എന്നുള്ള ആ അഫിഡവിറ്റ് ഇതുവരെ പിൻവലിക്കാതെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. 30-31 തീയതികളിലായി നടക്കുന്ന ജന്മഭൂമി സെമിനാറുകളിൽ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പങ്കെടുക്കുക. ബിജെപി സംഘടിപ്പിച്ച പദയാത്രയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ജനം, കൊല്ലം.